നോർത്ത് ഇന്ത്യയിലൂടെ ആദ്യമായി യാത്ര ചെയ്യുന്നത് കൊണ്ടാവാം ഞാൻ ഇങ്ങനെ പറയുന്നത്. 2 ദിവസത്തെ അതിക്രൂരമായ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ബംഗാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജാസ്തി സന്തോഷം പറഞ്ഞ് ബംഗാളികൾ വരെ നമ്മളെ നാട്ടിൽ വന്ന് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓരോ നാട്ടിലേക്ക് അങ്ങ് വണ്ടി കയറിയാലോ എന്ന്. അങ്ങനെയാണ് ബംഗാളിലേക്ക് ആ വണ്ടി കയറുന്നത്. ഇനിയിപ്പം ബംഗാളികളെ മലയാളം വ്ളോഗ് കണ്ട അബൂസാലി ഉസ്താദിന് ജാസ്തി സന്തോഷം കയറി ബംഗാളിലേക്ക് ട്രെയിൻ കയറിയെന്നൊന്നും ആരും പ്രചരിപ്പിക്കല്ലേ. ഉള്ള സത്യം ഞാൻ ഇപ്പം പറയാം. നമ്മളിപ്പം ഓൾ ഇന്ത്യൻ യാത്രയിലാണെന്നുള്ള വിവരം കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതാണ് സംഭവം. ഞാനിപ്പോൾ 4ാമത്തെ സ്റ്റേറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്, അതും ബംഗാളിൽ. അതിനിടയ്ക്ക് ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, അത് പിന്നെ നമുക്ക് ബാക്കപ്പ് ചെയ്യാം. ബംഗാളിലേക്ക് എന്തിനാണ് വന്നത്, ബംഗാളിൽ ആരാ ഉള്ളത്, എന്താണ് പരിപാടി എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരം ബംഗാൾ മർക്കസാണ്. ഇവർ ചെയ്യുന്ന വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട് നമുക്ക് കാണാനും പറയാനും പഠിക്കാനും. കൊൽക്കത്തയിലെ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഞാൻ സിയാൽഡയിലേക്ക് ബസ് കയറി സിയാൽഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് ഒരു രാത്രി യാത്ര ചെയ്താണ് ഈ ഒരു ഗ്രാമത്തിലെത്തിച്ചേരുന്നത്. നെൽപ്പാടങ്ങൾക്ക് നടുവിലായി, കർഷകർക്കിടയിലായി പൂത്തുലഞ്ഞു നിൽക്കുന്ന അക്ഷരക്കൊട്ടാരം ത്വയ്ബ ഗാർഡൻ ഈ കാണുന്നതാണ്. അതിൻ്റെ മുറ്റത്തേക്കാണ് ഞാൻ പതിയെ കയറി ചെല്ലുന്നത്. നമുക്ക് ഈ ക്യാമ്പസിനെ കുറിച്ചും ഇവിടെ നടക്കുന്ന വിപ്ലവകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാനുണ്ട്. തുടരും.